ഒന്നാലോചിച്ച് നോക്കിയേ, കോടിക്കണക്കിന് രൂപ, ആയിരക്കണക്കിന് ആളുകളുടെ അധ്വാനം ഇതെല്ലാം ഉപയോഗിച്ച് ഭയങ്കര സങ്കീർണമായൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയാണ്. അതിൽ ഒരു ചെറിയ പിഴവ് വന്നാൽ പോലും ഒരുപക്ഷെ വലിയ അപകടങ്ങളോ ഭീമമായ നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാവാം. അപ്പോ ഇത്രയും റിസ്ക്കുള്ളൊരു കളിയിൽ ഒരു പിഴവ് പോലും പറ്റാതെ എങ്ങനെ മുന്നോട്ടു പോകും? നമുക്കതൊന്ന് നോക്കാം. അതെ, ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. പരാജയം എന്നൊന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ എങ്ങനെയൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയെടുക്കും? കാരണം ചില മേഖലകളുണ്ട്, അവിടെ ഒരു ചെറിയ ബഗിന് പോലും ഒരു സ്ഥാനവുമില്ല. ഉദാഹരണത്തിന് ബാങ്കിംഗ്, ഡിഫൻസ് അല്ലെങ്കിൽ എയറോസ്പേസ്. ഇവിടെയൊക്കെ ഒരു സോഫ്റ്റ്വെയർ ഫെയിലായാൽ അത് കുറച്ച് പണം പോകുന്നതിലൊന്നും ഒതുങ്ങില്ല. ചിലപ്പോൾ മനുഷ്യജീവൻ വരെ അപകടത്തിലായേക്കാം. ഇവിടെയാണ് സോഫ്റ്റ്വെയർ നിർമ്മാണം അതിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത്. ഈയൊരു വെല്ലുവിളി നേരിടാനായി ബാരി ബോം എന്ന് പറയുന്ന ഒരു വിദഗ്ധൻ ഉണ്ടാക്കിയെടുത്തൊരു വഴിയാണ് സ്പൈറൽ മോഡൽ. ഇതിന്റെ പേര് കേൾക്കുമ്പോഴേ തന്നെ ഇത് നേരെ പോകുന്നൊരു രീതിയല്ല. ഓരോ സ്റ്റെപ്പിലും വരാൻ സാധ്യതയുള്ള റിസ്കുകളൊക്കെ നേരത്തെ കണ്ടുപിടിച്ച് അതിനൊക്കെ പരിഹരിച്ച് ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞ് ഒരു സ്പൈറൽ പോലെ മുന്നോട്ടു പോകുന്ന ഒരു രീതിയാണിത്. ഈ മോഡലിന്റെ ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ട് ലോകങ്ങളുടെയും ഏറ്റവും നല്ല കാര്യങ്ങളെ ഒരുമിപ്പിക്കുന്നു എന്നതാണ്. അതായത് ഒരു വശത്ത് വാട്ടർഫോൾ മോഡൽ പോലെ വളരെ ചിട്ടയായ ഒരു പ്ലാനിങ്ങും സ്ട്രക്ചറും ഉണ്ട്, മറുവശത്ത് പ്രോട്ടോടൈപ്പിംഗ് മോഡലിന്റെ ഫ്ലെക്സിബിലിറ്റിയും ഉണ്ട്. അതായത് ഓരോ ചുവട് വയ്ക്കുമ്പോഴും ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പരിശോധിച്ച് ഒരു ചെറിയ മോഡൽ ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്ത് നോക്കി ഉറപ്പുവരുത്തിയിട്ടേ മുന്നോട്ടു പോവുകയുള്ളൂ. അപ്പോൾ പ്ലാനിങ്ങും ഉണ്ട്, അതേസമയം തന്നെ ഫ്ലെക്സിബിലിറ്റിയും ഉണ്ട്. ഓരോ തവണ ഈ സ്പൈറൽ ഇങ്ങനെ കറങ്ങുമ്പോഴും 4 പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെയാണ് അത് കടന്നുപോകുന്നത്. ഒന്നാമത്തേത് പ്ലാനിംഗ്. അടുത്ത സ്റ്റെപ്പിൽ എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. രണ്ടാമത്തേത് റിസ്ക് അനാലിസിസ്. എന്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തുന്നു. മൂന്നാമത്തേത് എഞ്ചിനീയറിംഗ്, അതായത് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്യുന്നു. നാലാമത്തേത് ഇവാലുവേഷൻ. ഉണ്ടാക്കിയ ഭാഗം കസ്റ്റമറെ കാണിച്ച് അഭിപ്രായം ചോദിക്കുന്നു. സോഫ്റ്റ്വെയർ പൂർത്തിയാവുന്നതുവരെ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ പറഞ്ഞ 4 ഘട്ടങ്ങളുണ്ടല്ലോ, അതിൽ ഒരെണ്ണം മറ്റുള്ളവയെക്കാളുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്പൈറൽ മോഡലിന്റെ വിജയത്തിന്റെ ആണിക്കല്ലെന്ന് തന്നെ നമുക്കതിനെ പറയാം. അതാണ് റിസ്ക് അനാലിസിസ്. ശരിക്കും പറഞ്ഞാലേ ഇതാണ് സ്പൈറൽ മോഡലിന്റെ ഹൃദയം. ഓരോ വളവിലും അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കും മുൻപ് ഈ ഘട്ടം ഒരൊറ്റ ചോദ്യം ചോദിക്കും: എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം? സാങ്കേതികമായിട്ടോ സാമ്പത്തികമായിട്ടോ വരാൻ സാധ്യതയുള്ള എല്ലാ തടസ്സങ്ങളെയും ഇവിടെ വെച്ച് തിരിച്ചറിയും. എന്നിട്ട് അത് പരിഹരിക്കാനായി ചെറിയ പ്രോട്ടോടൈപ്പുകൾ ഉണ്ടാക്കി പരീക്ഷിച്ചു നോക്കും. ഇനിയിപ്പോൾ റിസ്ക് വളരെ വലുതാണെന്ന് കണ്ടാൽ കോടിക്കണക്കിന് രൂപ വെള്ളത്തിലാവും മുൻപ് ആ പ്രോജക്റ്റ് അവിടെ വെച്ച് നിർത്താൻ പോലും ഈ ഘട്ടം സഹായിക്കും. അപ്പോ എപ്പോഴാണ് ഈ മോഡൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്? വളരെ വലുതും സങ്കീർണവും പിന്നെ ഒരുപാട് റിസ്ക് ഉള്ളതുമായ പ്രോജക്റ്റുകൾക്ക് ഇത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തുടക്കത്തിൽ തന്നെ നമുക്ക് എല്ലാ ആവശ്യങ്ങളും എന്താണെന്ന് വ്യക്തമല്ലാത്ത സാഹചര്യങ്ങളിലും കസ്റ്റമറിൽ നിന്ന് തുടർച്ചയായി ഫീഡ്ബാക്ക് വേണ്ടിവരുന്ന പ്രോജക്റ്റുകളിലും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മിഷൻ ക്രിട്ടിക്കൽ ആപ്ലിക്കേഷനുകൾ, അങ്ങനെയുള്ളവയിലും സ്പൈറൽ മോഡൽ ഒരു രക്ഷകനായിരിക്കും. ശരി, ഇനി നമുക്ക് ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് നോക്കാം. ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് റിസ്ക് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് തന്നെയാണ്. അതുപോലെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും കസ്റ്റമറുമായി എപ്പോഴും ഒരു ബന്ധം വെക്കാനും ഇത് സഹായിക്കും. പക്ഷെ മറുവശത്ത് നോക്കിയാൽ ഇങ്ങനെ ഓരോ തവണയും റിപ്പീറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് ഇത് ഭയങ്കര ചെലവേറിയതാണ്. മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണ്. ചെറിയ പ്രോജക്റ്റുകൾക്കൊന്നും ഇതൊട്ടും ചേർന്നതുമല്ല. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിയേ, ചെലവിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാണ്. ഒരു ചെറിയ പ്രോജക്റ്റിന് വരുന്നതിന്റെ പല മടങ്ങ് ചെലവ് ഒരു വലിയ സ്പൈറൽ മോഡൽ പ്രോജക്റ്റിന് വരും. കാരണം ഓരോ തവണയും റിസ്ക് അനലൈസ് ചെയ്യാനും പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാനും അത് വിലയിരുത്താനുമൊക്കെ ഒരുപാട് പണവും സമയവും വേണം. പക്ഷേ ഇതിനെ ഒരു ചെലവായിട്ടല്ല കാണേണ്ടത്, മറിച്ച് ഭാവിയിൽ വരാൻ പോകുന്ന വലിയ നഷ്ടങ്ങളെ ഒഴിവാക്കാനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റായിട്ടാണ്. അപ്പോ നമ്മുടെ അവസാനത്തെ ചോദ്യം ഇതാണ്: എല്ലാം മിന്നൽ വേഗത്തിൽ സംഭവിക്കണമെന്ന് പറയുന്ന ഇന്നത്തെ ലോകത്ത് ഇത്രയും ശ്രദ്ധയോടെ ഓരോ അപകടസാധ്യതയും പരിശോധിച്ച് മുന്നോട്ടു പോകുന്ന ഈയൊരു റിസ്ക് ഫസ്റ്റ് മോഡലിന് ഇന്നും പ്രസക്തിയുണ്ടോ? മാർക്കറ്റിലെ വേഗതയാണോ പ്രധാനം, അതോ ഒരു $1 ബില്യൺ പ്രോജക്റ്റിന്റെ സുരക്ഷയാണോ? നിങ്ങൾക്കെന്തു തോന്നുന്നു? ഒന്ന് ചിന്തിച്ചു നോക്കൂ.